ടെക്സസിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 119. കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശമായ കെർക്ക് കൗണ്ടിയിൽ 95 പേർ മരിച്ചതായി ഉദ്യോഗസ്ഥർ. കാനഡയിലെ മാനിറ്റോബയിൽ പരിശീലന പറക്കലിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി വിദ്യാർത്ഥിയടക്കം 2 പേർ മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ് റോയ്സുമാണ് മരിച്ചത്. 2014 ജൂലൈയിൽ മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് വെടിവെച്ച് വീഴ്ത്തി 298 യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെട്ടതിൽ റഷ്യൻ ഭരണകൂടം കുറ്റക്കാരെന്ന് വിധിച്ച് യൂറോപ്പിലെ ഉന്നത മനുഷ്യാവകാശ കോടതി. ഇംഗ്ലണ്ടിൽ വേട്ടയാടൽ ഉൾപ്പെടെ എല്ലാ ഉപയോഗങ്ങൾക്കും ഷോട്ട്ഗൺ പെല്ലറ്റുകളും ലെഡ് അടങ്ങിയ വെടിയുണ്ടകളും നിരോധിക്കും. 2026 മുതൽ 3 വർഷത്തിനുള്ളിൽ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ചെറിയ ബോട്ട് ക്രോസിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള ചെലവിനായി ബ്രിട്ടൻ എത്ര തുക നൽകുമെന്ന തർക്കത്തിൽ സ്തംഭിച്ചു. കുടിയേറ്റ കരാറിനെക്കുറിച്ചുള്ള ആംഗ്ലോ ഫ്രഞ്ച് ചർച്ചകൾ. ഈ മാസം യുകെയിലെ അബർഡീൻഷെയറിലെ ഗോൾഫ് റിസോർട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഗോൾഫ് കളിക്കാനെത്തുമെന്ന് റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ തുടങ്ങി. ചാൾസ് രാജാവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകില്ല. ലണ്ടനും സന്ദർശിക്കില്ല. മധ്യപൂർവ്വ രാജ്യങ്ങളിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്ത് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരഗ്ചിയും സൗദിയിൽ കൂടിക്കാഴ്ച നടത്തി. താൻ നൊബേൽ സമ്മാനം അർഹിക്കുന്നു എന്ന് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണു മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മകൻ നവീദിന് സർക്കാർ ജോലി നൽകുവാനും തീരുമാനമായി. ഞാൻ രജനി അഭിലാഷ്. വാർത്തകൾ വിശദമായി. ടെക്സസിലെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 119 അധികൃതർ. വെള്ളപ്പൊക്കത്തിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശമായ കെർക്ക് കൗണ്ടിയിൽ 95 പേർ മരിച്ചതായി ബുധനാഴ്ച ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. മരിച്ച മറ്റ് 24 പേർ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. 51 മുതിർന്നവരും 36 കുട്ടികളും മരിച്ചതായി. 27 മൃതദേഹങ്ങൾ ഇപ്പോഴും തിരിച്ചറിയപ്പെട്ടിട്ടില്ലെന്നും കെർക്ക് കൗണ്ടി ഷെരീഫ് വ്യക്തമാക്കി. വെള്ളപ്പൊക്കം കാരണം കെർക്ക് കൗണ്ടിയിൽ 161 പേരെ കാണാതായതായി കരുതപ്പെടുന്നു. ഇത് സംസ്ഥാനത്ത് ഉടനീളം കാണാതായ 173 പേരിൽ ഭൂരിഭാഗവും ഉൾപ്പെടുന്നു. വെള്ളപ്പൊക്കം ഗുരുതരമായി ബാധിച്ച പെൺകുട്ടികൾ മാത്രമുള്ള ക്രിസ്ത്യൻ ക്യാമ്പായ ക്യാമ്പ് മിസ്റ്റിക്കിൽ നിന്നും ഇപ്പോഴും 5 ക്യാമ്പർമാരെയും ഒരു കൗൺസിലറെയും കണ്ടെത്താനുണ്ട്. കാനഡയിലെ മാനിറ്റോബയിൽ പരിശീലന പറക്കലിനിടെ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് മലയാളി വിദ്യാർത്ഥികളടക്കം 2 പേർ മരിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷും സഹപാഠി സാവന്ന മെയ് റോയ്സുമാണ് മരിച്ചത്. കാനഡയിലെ ഹാർഡ്വേഴ്സ് എയർ പൈലറ്റ് ട്രെയിനിംഗ് സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു ഇരുവരും. സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കൊമേഴ്ഷ്യൽ ലൈസൻസിനുള്ള പരിശീലനത്തിലായിരുന്നു. ഇരുവരുടെയും വിമാനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. വിമാനത്തിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല എന്ന് പോലീസ് വ്യക്തമാക്കി. ഇരുവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആശയവിനിമയ തകരാറാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. 2014 ജൂലൈയിലെ മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് വെടിവെച്ച് വീഴ്ത്തി 298 യാത്രക്കാരും ജീവനക്കാരും കൊല്ലപ്പെട്ടതിൽ റഷ്യൻ ഭരണകൂടം കുറ്റക്കാരെന്ന് വിധിച്ച് യൂറോപ്പിലെ ഉന്നത മനുഷ്യാവകാശ കോടതി. വിമാനത്തിലെ 198 ഡച്ച് പൗരന്മാരും 43 മലേഷ്യക്കാരും 38 ഓസ്ട്രേലിയക്കാരും യുകെയിൽ നിന്നുള്ള 10 പേരും ഉൾപ്പെടെ 17 രാജ്യങ്ങളിൽ നിന്നുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇതടക്കം കൈവും നെതർലൻഡ്സും നൽകിയ 4 കേസുകളിൽ റഷ്യക്കെതിരെ യൂറോപ്പിലെ ഉന്നത മനുഷ്യാവകാശ കോടതി ബുധനാഴ്ച കടുത്ത വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചു. മലേഷ്യ എയർലൈൻസ് ഫ്ലൈറ്റ് 17 തകർന്നതിലും 2022 ഉക്രൈൻ ആക്രമിച്ചതിലും 2014 മുതൽ കിഴക്കൻ ഉക്രൈനിലെ കൈവ് വിരുദ്ധ വിഘടനവാദികളെ പിന്തുണച്ചതിലും വ്യാപകമായ അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്ക് റഷ്യ ഉത്തരവാദിയാണെന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയിലെ ജഡ്ജിമാർ വിധിച്ചു. 2014 ജൂലൈ 17 മോസ്കോയുടെ വിശ്വസ്തരായ വിമതർ നിയന്ത്രിക്കുന്ന കിഴക്കൻ ഉക്രൈനിലെ പ്രദേശത്തു നിന്നും റഷ്യൻ നിർമ്മിത ബുക്ക് മിസൈൽ ഉപയോഗിച്ച് ബോയിങ് 777 വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വിമാന ദുരന്തത്തിൽ പങ്കുണ്ടെന്ന് സമ്മതിക്കാൻ റഷ്യ വിസമ്മതിച്ചത് അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമാണെന്ന് ജഡ്ജിമാർ കണ്ടെത്തി. സ്ട്രാസ്ബർഗിലെ തിരക്കേറിയ കോടതി മുറിയിൽ തീരുമാനങ്ങൾ വായിച്ച കോടതിയുടെ പ്രസിഡന്റ് മാറ്റിയാസ് ഗുയോമാർ 2014 ജൂലൈയിലെ വിമാന ആക്രമണത്തിൽ റഷ്യൻ സൈന്യം പ്രത്യക്ഷത്തിൽ നിയമവിരുദ്ധമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്ന് പറഞ്ഞു. MH17 വിമാനത്തിലേക്ക് റഷ്യ മിസൈൽ മനഃപൂർവ്വം തൊടുത്തുവിട്ടതാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു.
ഇംഗ്ലണ്ടിൽ വേട്ടയാടൽ ഉൾപ്പെടെ എല്ലാ ഉപയോഗങ്ങൾക്കും ഷോട്ട് ഗൺ പെല്ലറ്റുകൾ, ലെഡ് അടങ്ങിയ വെടിയുണ്ടകളും നിരോധിക്കുന്നു. 2026 മുതൽ 3 വർഷത്തിനുള്ളിൽ നിയന്ത്രണങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. പരിസ്ഥിതി മന്ത്രി എമ്മ ഹാർഡി പ്രഖ്യാപിച്ച നിയമത്തിലെ മാറ്റം അനുസരിച്ച് 1% കൂടുതൽ ലെഡ് അടങ്ങിയ ഷോട്ട് ഗൺ പെല്ലറ്റുകൾ, 3% കൂടുതൽ ഉള്ള വെടിയുണ്ടകളും നിരോധിക്കും. ലെഡ് ഉപയോഗിക്കുന്ന വെടിയുണ്ടകൾ വളരെ കാലമായി ഒരു പ്രധാന മലിനീകരണ ഘടകമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UK-യിൽ ഓരോ വർഷവും ഏകദേശം 1 ലക്ഷം ജലപക്ഷികൾ ലെഡ് വിഷബാധ മൂലം മരിക്കുന്നു എന്നാണ് വൈൽഡ് ഫൗൾ ആൻഡ് വെറ്റ് ലാൻഡ്സ് ട്രസ്റ്റ് കണക്കാക്കുന്നത്. ചെറിയ ബോട്ട് ക്രോസിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള ചെലവിനായി ബ്രിട്ടൻ എത്ര തുക നൽകുമെന്ന തർക്കത്തിൽ കുടിയേറ്റ കരാറിനെക്കുറിച്ചുള്ള ആംഗ്ലോ ഫ്രഞ്ച് ചർച്ചകൾ സ്തംഭിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോന്റെ 3 ദിവസത്തെ UK സന്ദർശനം വ്യാഴാഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് ചാനൽ കടക്കുന്ന അഭയാർത്ഥികളെ തിരിച്ചയക്കുന്ന ഒരു റിട്ടേൺ കരാർ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് കെയർ സ്റ്റാമർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ചത്തെ ഉഭയകക്ഷി ഉച്ചകോടി ആരംഭിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചിലവ് തുക, ഫ്രാൻസിലെ നിയമപരമായ വെല്ലുവിളികൾ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ എതിർപ്പ് എന്നിവ ഉൾപ്പെടെ ഒരു കരാറിന് നിരവധി പ്രധാന തടസ്സങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്ന് ഇരുപക്ഷത്തെയും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ മാസം UK-യിലെ അബർഡീഷെയറിലെ ഗോൾഫ് റിസോർട്ടിൽ ഡൊണാൾഡ് ട്രംപ് ഗോൾഫ് കളിക്കാനെത്തുമെന്നറിഞ്ഞതോടെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. സെപ്റ്റംബറിൽ UK-യിലേക്കുള്ള ട്രംപിന്റെ അപൂർവമായ 2ാമത്തെ സംസ്ഥാന സന്ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ വിഡ്സർ കാറ്റ്സിലെ അത്താഴവും ഒരുപക്ഷെ ട്രംപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്നതും ഉൾപ്പെടും. എന്നാൽ സന്ദർശനത്തിൽ ചാൾസ് രാജാവുമായുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രതിഷേധങ്ങൾ തടയാൻ സ്കോട്ട്ലൻഡിലെ പോലീസ് ഒരുങ്ങുകയാണ്. ബ്രസീലിന് വീണ്ടും ട്രംപിന്റെ 50% അധിക താരിഫ്. ബ്രസീൽ മുൻ പ്രസിഡന്റ് ബോൾസൊനാരോയെ വിചാരണയിൽ നിന്നും രക്ഷിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രസീലിനു മേൽ ചുമത്തിയത് 50% അധിക താരിഫ്. എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ തല കുനിക്കില്ലെന്ന നിലപാടിലാണ് ബ്രസീൽ ഭരണകൂടം. ബ്രസീലിന്റെ പരമാധികാരത്തിൽ ഇടപെട്ട് ബ്രസീലിനെ ചൊറിയാൻ പോയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബ്രസീൽ കൊടുത്തത് കനത്ത മറുപടി. ഇതിൽ പ്രകോപിതനായ ട്രംപാകട്ടെ ഇപ്പോൾ ബ്രസീലിന് പ്രത്യേകമായൊരു 50% അധിക താരിഫും ചുമത്തിക്കൊടുത്തു. അങ്ങനെയെങ്കിൽ അങ്ങനെ ബ്രസീലിനെ നശിപ്പിച്ച് കയ്യിൽ കൊടുക്കാമെന്നാണ് ട്രംപിൻ്റെ വിചാരം. കാരണം ബ്രസീലിലെ മുൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വളരെ വേണ്ടപ്പെട്ടയാളാണ്. അപ്പോൾ ആ പ്രസിഡന്റിനെ ബ്രസീലിലെ ഇപ്പോഴത്തെ സർക്കാർ വിചാരണ ചെയ്താൽ നോക്കിയിരിക്കില്ല താനെന്നാണ് ട്രംപ് പറയുന്നത്. ഇനിയും ട്രംപ് ചോദിച്ചു വാങ്ങാൻ പോവുകയാണ്. ലോകശക്തിയായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഒരു കൊച്ചു രാജ്യത്ത് നിന്നും ഇങ്ങനെ തെറിയേക്കുന്നതിലും നാണക്കേട് മറ്റെന്തിലുണ്ട്? US-ൽ ട്രംപ് കിടന്ന് മറിയുന്നതിനെ ചൊല്ലി ഉണ്ടാകുന്ന പുകരുകൾ ചില്ലറയൊന്നുമല്ല. ശതകോടീശ്വരൻ എലോൺ മസ്കിനെ സ്നേഹത്തോടെ എടുത്ത് മടിയിലിരുത്തിയിട്ട് അവിടെ നിന്ന് തള്ളി താഴെയിട്ടതിൻ്റെ ഫലം ഇപ്പോൾ ട്രംപ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്കിൻ്റെ പുതിയ പാർട്ടി, അമേരിക്കൻ പാർട്ടി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ട്രംപിന് മറുപടി പറയേണ്ടി വരും. ഇംഗ്ലണ്ടിലെ റിഫോം UK പോലെ മസ്കിൻ്റെ അമേരിക്കൻ പാർട്ടിയും US-ൽ ശക്തമായി വരുമെന്ന് ട്രംപിനറിയാം. അതിനിടയിലാണ് കാലിഫോർണിയ പിടിച്ചെടുത്ത് കളയുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതിനെതിരെ കാലിഫോർണിയൻ ഗവർണർ അടക്കം ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി ടെക്സാസിലെ 1-2 5 മില്യൺ ജനതയാണ് പെട്ടെന്നുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ അടിപ്പെട്ട് ദുരിതത്തിലായത്. 100-ലേറെ പേർ മരിച്ചു, 27 കൊച്ചു പെൺകുട്ടികൾ. ഇവിടെ കേരളത്തിൽ വല്ലതുമായിരുന്നെങ്കിൽ സർക്കാരിനെ ഇംപീച്ച് ചെയ്ത് കളഞ്ഞതിനെ പ്രതിപക്ഷം. ഇത് അമേരിക്കയിലായതുകൊണ്ട് ഏർലി വാർണിംഗ് ഒന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ട്രംപ് തൻ്റെ കൈ കഴുകുകയാണ്. തനിക്കിതിലൊന്നും യാതൊരു പങ്കുമില്ല, അത് ടെക്സാസ് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്ന് പറഞ്ഞ് ട്രംപ് കൈ ഒഴിഞ്ഞു കളഞ്ഞു. ഇതിനിടയിലാണ് ട്രംപിൻ്റെ ബ്രസീൽ വിരുദ്ധ നീക്കങ്ങൾ. ബ്രസീലിന് US-ലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്നാണ് ഇപ്പോൾ ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചത്. എന്തിനാണ്? US-ലല്ല, ബ്രസീലിയൻ പ്രസിഡന്റ് ലുലു ട്രംപിനെതിരെ അധിക താരിഫ് ഏർപ്പെടുത്തിയതിന് പ്രതികരിച്ചിരുന്നു. ഓഗസ്റ്റ് 1 മുതൽ വിദേശ കയറ്റുമതിക്ക് ബ്രസീലിന് മാത്രമാണ് 50% ഈ താരിഫ്, അധിക താരിഫാണ്. ഇതേ രീതിയിൽ ഫിലിപ്പൈൻസ്, ബ്രൂണൈ, മോൾഡാവ, അൾജീരിയ, ലിബിയ, ഇറാഖ്, ശ്രീലങ്ക ഈ രാജ്യങ്ങളും ട്രംപ് വെറുതെ വിട്ടിട്ടില്ല. അവർക്കുമുണ്ട് 20, 30, 40% അധിക താരിഫ്. എന്തിനാണ് ബോൾസൊനാരോയ്ക്ക് രക്ഷിക്കാൻ ട്രംപ് നോക്കുന്നത്? 2022 ബ്രസീലിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബോൾസൊനാരോ ശ്രമിച്ചു. അതിനിപ്പോൾ ബോൾസൊനാരോ ഒരു വിചാരണ നേരിടുകയാണ്. ഈ വിചാരണ മന്ത്രവാദി വേലയാണെന്നും അത് നിർത്തിവെക്കണമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. US-ലല്ല, ബ്രസീലിലാണ് വിചാരണ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ എന്തിന് കൈവയ്ക്കണമെന്നാണ് ബ്രസീൽ തിരിച്ച് ട്രംപിനോട് ചോദിക്കുന്നത്.
ബോൾസനാരോയ്ക്കെതിരായ വിചാരണ ബ്രസീൽ നിർത്തിവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ അത് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല സ്നേഹത്തോടെയാണ് ആദ്യം നിരസിച്ചത്. കാരണം ബോൾസനാരോ ട്രംപിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഇന്ത്യക്ക് താരിഫ് കൂട്ടുമെന്ന ഭീഷണിയുമായി ട്രംപിന്റെ ഭീഷണിയെ ശക്തമായി എതിരിടുമെന്ന നിലപാടാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റേത്. തോളത്തിരുന്ന് ചെവി തിന്നുക എന്ന നടപടിയാണ് ഒടുവിൽ ഇന്ത്യയോട് ട്രംപ് കാണിച്ചിരിക്കുന്നത്. ട്രംപിന്റെ തോന്നിവാസങ്ങളോട് മുഖം ചുളിച്ച് പ്രതികരിച്ച രാജ്യങ്ങളോട് മുഴുവൻ പ്രതികാര നടപടി എന്ന പേരിൽ താരിഫ് കൂട്ടുന്നതും രാജ്യത്തിനകത്തേക്ക് പ്രവേശനം തടയുന്നതും രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നതും യുദ്ധവും ഉൾപ്പെടെ എന്ത് പ്രതികാര നടപടിയും ചെയ്യാൻ മടിയില്ലാത്ത വിധം ട്രംപ് ലോകത്തിന്റെ മുഴുവൻ ഏകാധിപതിയായി മാറാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോക സമാധാനവും ഐക്യവും വാണിജ്യവും ഉൾപ്പെടെ വളർത്തി രാജ്യങ്ങൾ തമ്മിൽ പരസ്പര ഐക്യത്തോടെ വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി പരസ്പര പൂരകമായി മുന്നോട്ട് പോവുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് കാലാകാലങ്ങളായി ലോകരാഷ്ട്രങ്ങൾ പാലിച്ചു വരുന്ന പല നിയമങ്ങളും മാമൂലുകളും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടും തച്ചുടച്ചുകൊണ്ടുമാണ് ട്രംപ് തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇന്ത്യയോടുള്ള ട്രംപിന്റെ നീരസം പരോക്ഷമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ട് കാലം കുറേയായി. എങ്കിലും പ്രത്യക്ഷമായി രംഗത്ത് വരാതെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ട്രംപ് കാണിച്ചിരുന്നത്. അതും ഇന്ത്യയിൽ അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയിൽ അമേരിക്കയുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ചില കൂർമ്മബുദ്ധികളായിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇന്ത്യയോട് നേരിട്ടൊരു യുദ്ധത്തിനാണ് ട്രംപ് ആക്കം കൂട്ടിയിരിക്കുന്നത്. UK ചരിത്രത്തിലെ ഏറ്റവും മോശമായ നീതിന്യായ പിഴവ് എന്ന മുദ്ര കുത്തപ്പെട്ട പോസ്റ്റ് ഓഫീസ് ഹൊറൈസൺ IT അഴിമതിയുടെ ഫലമായി UKയിൽ 13-ലധികം പേർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമെന്ന് കണ്ടെത്തൽ. കുറഞ്ഞത് 59 പേരെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പൊതു അന്വേഷണത്തിൽ നിന്നുള്ള ആദ്യ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. തെറ്റായ സോഫ്റ്റ്വെയർ കാരണം ശാഖകളിലെ കുറവുകൾക്ക് തെറ്റായി ഉത്തരവാദികളായി മുദ്രകുത്തപ്പെട്ട ആയിരക്കണക്കിന് പോസ്റ്റ് ഓഫീസ് ഓപ്പറേറ്റർമാരിൽ ഉണ്ടാകുന്ന മനുഷ്യ ആഘാതം പരിശോധിക്കുന്നതാണ് ഹിയറിങ്ങുകൾക്ക് നേതൃത്വം നൽകി വിരമിച്ച ജഡ്ജി സർ വിൻ വില്യംസിന്റെ 162 പേജുള്ള വാല്യം 1 റിപ്പോർട്ട്. കേസിൽ സാമ്പത്തിക പരിഹാരം തേടുന്നത് കുറഞ്ഞത് 10,000 പേർക്കുള്ള നഷ്ടപരിഹാര വിഷയം റിപ്പോർട്ട് ഉൾക്കൊള്ളുന്നു. പോസ്റ്റ് ഓഫീസും അതിന്റെ ഉപദേഷ്ടാക്കളും പല കേസുകളും സാമ്പത്തിക പരിഹാരം തേടുന്നവരോട് അനാവശ്യമായി പ്രതികൂല മനോഭാവം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിലുണ്ട്. യൂറോപ്യൻ പാർലമെന്റിൽ ഒരു വിമർശന വോട്ടെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയൻ. യൂറോപ്യൻ യൂണിയൻ നയങ്ങളുടെ വലതുപക്ഷ പ്രവണതയെക്കുറിച്ച് മധ്യ ഇടതുപക്ഷ MEP-മാർക്കിടയിൽ പുകയുന്ന അതൃപ്തിയുടെ പശ്ചാത്തലത്തിലാണ് ചർച്ച നടക്കുക. തീവ്ര വലതുപക്ഷക്കാരായ റൊമാനിയൻ MEP ഗിയോർഗെ പിപ്പരിൻ അവതരിപ്പിച്ച പ്രമേയം കോവിഡ് പാൻഡമിക്കിന്റെ മൂർധന്യത്തിൽ ഫൈസർ ചീഫ് എക്സിക്യൂട്ടീവുമായി കൈമാറിയ SMS വാചക സന്ദേശങ്ങൾ പുറത്തുവിടാൻ ഓൺ ഡെർ ലൈൻ വിസമ്മതിച്ചതിനെ കുറിച്ചാണ്. അവരുടെ നടപടിയെ യൂറോപ്യൻ യൂണിയന്റെ പരമോന്നത കോടതി അപലപിക്കുകയും ഒരു സ്വതന്ത്ര നിരീക്ഷണ സംഘം ദുരുപയോഗം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. UKയിലുള്ള ഉഴവൂക്കാർ സൗഹൃദം പങ്കിടാനെത്തുന്ന 17ാമത് ഉഴവൂർ സംഗമം ഉഴവൂർ 25 നവംബർ 15-ന് മിഡ്ലാൻഡ്സ് റീജിയണൽ ലെറ്റ്സിൽ വെച്ച് നടക്കും. ഉഴവൂർ സംഗമം ഈ വർഷം 1000 പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ലെസ്റ്ററിൽ റാങ്കേരിയ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് സംഘടിപ്പിക്കുക. 17ാമത് ഉഴവൂർ സംഗമം ആനന്ദകരവും ആകർഷണീയവുമായ ഒരു സംഗമമാക്കാൻ ജോണി കുന്നംപുറവും ചെയർമാനായ ടോജോ എബ്രഹാം ചീഫ് കോർഡിനേറ്ററുമായിട്ടുള്ള വിപുലമായ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നു. UKയിലുള്ള എല്ലാ ഉഴവൂർക്കാരും ഇതൊരു അറിയിപ്പായി സ്വീകരിച്ച് ഈ വർഷത്തെ ഉഴവൂർ സംഗമത്തിന് എത്തണമെന്ന് ചീഫ് കോർഡിനേറ്റർ ടോജോ എബ്രഹാം അറിയിച്ചു. കഴിഞ്ഞ 16 വർഷമായി മെഗാ സ്പോൺസർ ആയിരുന്ന ലൈഫ് ലൈൻ പ്രൊട്ടക്ട് തന്നെയാണ് ഈ വർഷത്തെയും മെഗാ സ്പോൺസർ.